യഥാർത്ഥത്തിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്ന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ കാണേണ്ട ഒരു കാര്യം BJP-യും CPM-ഉം ഒരുപോലെ പ്രതിസന്ധിയിൽപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് രാഷ്ട്രീയമായി. എന്തുകൊണ്ടെന്നാൽ അവർ രണ്ട് തെരഞ്ഞെടുപ്പ് കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഈ രണ്ട് പാർട്ടികളും ഒരേ വോട്ട് ബാങ്കിനെയാണ് ആശ്രയിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരേ വോട്ട് ബാങ്കിനെ ആശ്രയിക്കുക. 87 അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് BJP എത്രത്തോളം ശക്തമല്ല, CPM-നോടോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തോടും UDF-നോടോ ശീർഷമായി നിന്ന് പോരാടാൻ കഴിയുന്നൊരു ശക്തിയല്ല 87. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. 20% വോട്ട് ഷെയറുള്ള, എന്നാൽ അത് പല കാരണങ്ങളാൽ ചെതറിപ്പോവുകയും വഴിമാറിപ്പോവുകയൊക്കെ ചെയ്യുന്ന പല പ്രവണതകളുടെ അടിസ്ഥാനത്തിൽ പിന്നെ വോട്ടുകൾ ചാഞ്ചാട്ടം നേരിടുന്ന ഒരു പാർട്ടിയാണ് BJP. നമുക്കറിയാം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഉണ്ടായ നേട്ടം അടുത്ത തെരഞ്ഞെടുപ്പാകുമ്പോൾ ഉണ്ടാകുന്നില്ല. അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ഉണ്ടാക്കുന്ന മുന്നേറ്റം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പാകുമ്പോൾ വഴിമാറിപ്പോകുന്നു. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് എല്ലാ പാർട്ടികൾക്കുള്ളതുപോലെ BJPക്ക് ഒരു അനുഭാവി വോട്ടുകളുണ്ട്. അതിൻ്റെ കേഡർ വോട്ടർമാർക്ക് പുറമെ ഒരു അനുഭാവി വോട്ടർമാർ എല്ലാ പാർട്ടികൾക്കുള്ളതുപോലെ BJPക്കും ഉണ്ട്. ആ BJPയിലെ ആ കേഡർ അനുഭാവി വോട്ടർമാർ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൽ ആകൃഷ്ടരായി BJPക്ക് വോട്ട് ചെയ്യുന്ന ഈ വിഭാഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ക്യാമ്പയിനാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അതിന് ശേഷവും ഇപ്പോൾ CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫലം പലയിടത്തും നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ല തന്നെ എടുത്തു നോക്കൂ. തിരുവനന്തപുരം ജില്ലയിൽ കോർപ്പറേഷൻ്റെ ഭരണം BJP കിട്ടിയപ്പോൾ മറ്റു ഭാഗങ്ങളിൽ BJPയുടെ വോട്ട് CPM-ലേക്ക് ചോർന്നു പോയിട്ടുണ്ട്. അതൊരു വോട്ട് കൈമാറ്റം എന്ന അർത്ഥത്തിലല്ല നമ്മൾ കാണേണ്ടത്. ആ വോട്ടിനെ ആകർഷിക്കാൻ CPM-ന് കഴിഞ്ഞു എന്നുള്ളതാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് CPM ആവട്ടെ 2016 മുതൽ ഒരു ജനാധിപത്യ വിശ്വാസികളുടെയും മതനിരപേക്ഷവാദികളുടെയും ന്യൂനപക്ഷങ്ങളുടെയും പിന്തുണയോടുകൂടി അധികാരത്തിൽ വരികയും ആ രാഷ്ട്രീയത്തെ മുൻനിർത്തി തെരഞ്ഞെടുപ്പ് പ്രചരണം നയിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും CPM അധികാരത്തിൽ വന്നിട്ടുള്ളത്. അതിനെ കൈയൊഴിഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു മൃദു ഹിന്ദുത്വ രാഷ്ട്രീയം പയറ്റുമ്പോൾ സ്വാഭാവികമായി ഇത് BJPയുടെ വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ആശങ്ക ആദികൾ അതിനെ എങ്ങനെ മറികടക്കണം എന്നുള്ള ഒരു പ്രശ്നം BJP നേരിടുന്നുണ്ട്. ഇതേ പ്രതിസന്ധി തന്നെ CPM നേരിടുന്നുണ്ട്. ഇവരെക്കാൾ കൂടുതൽ വർഗീയത പറയുക എന്നതാണോ അവരുടെ ഒരു നയം? അതെ, ആ നയം നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇപ്പോൾ നേരത്തെയൊക്കെ ഉണ്ടായിരുന്നതിൽ നിന്ന് ഭിന്നമായി ഇപ്പോൾ സജി ചെറിയാൻ്റെ പ്രസ്താവന തന്നെ നമ്മൾ എടുത്തു നോക്കൂ. അതൊരു BJP നേതാവാണ് പറയുന്നതെങ്കിൽ അതൊരു സ്വാഭാവിക പ്രതികരണമായി കേരളം കേൾക്കും. കാരണം BJP-കാരൻ ഏതൊരു BJP നേതാവും ഇവിടെ കേരളത്തിൽ ഒരു വിധപ്പെട്ട BJP നേതാക്കളൊക്കെ അതിൻ്റെ ഒരു വർഗീയ സമീപനം എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുണ്ട്. അത് കേരളത്തിലെ ജനങ്ങൾ പൊതുവെ അതിനെ മനസ്സിലാക്കുന്നത് വേറെ അർത്ഥത്തിലാണ്. എന്നാൽ ഒരു മതനിരപേക്ഷവാദി എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരാൾ അതേ കാര്യം പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് സംഭവിക്കുക? അതിൽ ആശങ്ക ഉണ്ടാവും, കൗതുകം ഉണ്ടാവും, അമ്പരപ്പുണ്ടാവും. ആ അമ്പരപ്പാണ് നമ്മൾ പ്രകടിപ്പിച്ചത്. അതിൻ്റെ ഒരു പരിണിത ഫലമായിട്ടാണ് പ്രതിരോധത്തിലേക്ക് നോക്കൂ. മുൻപെങ്ങും കാണാത്ത രീതിയിൽ വർഗീയതയാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നതേ ഉള്ളൂ. അതിന്റെ ഒരു പീക്ക് ലെവലിലേക്ക് നീങ്ങുകയാണ്. അത് നമ്മുടെ സോഷ്യൽ ഫാബ്രിക്കിൽ തന്നെ വലിയൊരു ചേഞ്ച് വരുത്തിയിട്ടില്ലേ ശ്രീ ഹനീഫ? തീർച്ചയായും ആ ചേഞ്ച് വരുത്തുന്നത് ഒരേ സമയം BJPയുടെ വോട്ട് ചോർത്തുന്നുണ്ട്. നമുക്ക് പല മണ്ഡലങ്ങൾ കേരളത്തിലുടനീളം ആ പ്രവണത കാണാം. BJPയിൽ നിന്ന് വോട്ട് CPM-ലേക്കും CPM-ൽ നിന്ന് BJPയിലേക്കും വോട്ട് മാറിപ്പോകുന്നത് മണ്ഡലാടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ നോക്കൂ. മലപ്പുറം ജില്ലയിൽ ഒരു CPM-ന് വോട്ടുകൾ വർദ്ധിക്കുന്നുണ്ട്. ആ വോട്ടുകൾ BJPയിൽ നിന്നാണ് കുറയുന്നത്. പല മണ്ഡലങ്ങളും എടുത്ത് നോക്കിയാൽ പൊന്നാനി ഒഴികെ മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലും CPM-ൻ്റെ വോട്ട് വർദ്ധിച്ചു. നമ്മൾ പറയുന്നത് CPM-നെതിരായ വോട്ടിംഗ് ആണ് ഈ തെരഞ്ഞെടുപ്പിൽ നടന്നത്. പക്ഷേ ഈ മലപ്പുറം ജില്ലയിലെ പല മണ്ഡലങ്ങളിലും CPM-ന് വോട്ട് വർദ്ധിച്ചു. അത് BJPയിൽ നിന്ന് വോട്ട് കുറഞ്ഞു. അവിടെ സ്വാഭാവികമായി വിജയിച്ച കക്ഷി എന്നുള്ളതിൽ UDF-ന് ബഹുദൂരം മുന്നിൽ വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ CPM-ന് വോട്ട് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഇതേ പ്രവണത നമ്മൾ വടക്കേ കേരളത്തിലേക്ക് അല്ലെങ്കിൽ നാദാപുരം ഈ കുറ്റ്യാടി മേഖലയിലേക്ക് വടകര മേഖലയിലേക്ക് എടുത്തു നോക്കൂ. അവിടെ BJPക്ക് വോട്ട് കൂടുകയാണ് ചെയ്യുന്നത്, CPM-ന് വോട്ട് കുറയുകയാണ് ചെയ്യുന്നത്. ഇത് കേരളത്തിലുടനീളം ഇത് കാണാൻ കഴിയും. നിങ്ങൾ തെരഞ്ഞെടുപ്പ് വിജയ ഫലങ്ങളെ വസ്തുനിഷ്ഠമായി പരിശോധിച്ച കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് നോക്കിയാൽ BJPക്കും CPM-നും ഇടയിൽ വോട്ടുകൾ കൈമാറ്റം ചെയ്യപ്പെട്ടു. അതൊരു എന്താ പറയുക, വ്യവസ്ഥാപിതമായി അറിഞ്ഞുകൊണ്ട് രണ്ട് പാർട്ടികൾ തമ്മിൽ നടന്ന കൈമാറ്റം എന്ന നിലയിലല്ല നമ്മൾ കാണേണ്ടത്. ഈ ജനങ്ങളെ ഈ BJPയുടെയും CPM-ൻ്റെയും ഒരേ നിയോജക മണ്ഡലത്തെ, ഒരേ കോൺസ്റ്റിറ്റ്യുവൻസി അല്ലെങ്കിൽ ഒരേ വോട്ട് ബാങ്കിനെ രണ്ട് വിഭാഗം ഒന്നിച്ച് നേരിടുമ്പോൾ അവരെ ആകർഷിക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ചാഞ്ചാട്ടങ്ങളാണ്. അപ്പോൾ പ്രവണത എന്താണ് സംഭവിക്കുക? വിജയ സാധ്യത ആർക്കാണോ അവരിലേക്ക് ഇത് വോട്ട് ചായും. നേരത്തെ ഉണ്ടായിരുന്നത്